ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വ്ളോഗിലൊക്കെ എപ്പോഴും വരാറുള്ളൊരു മുഖമാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ എവിടേക്കാ വ്ളോഗ് പോയി ട്രിപ്പ് ഇസ് ഓൺ. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 2:30 AM. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ആസ് പെർ പ്ലാൻ 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും. ഇപ്പം ടൈം 8 and 9 നിങ്ങൾ എന്തായാലും ഇറങ്ങും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ സമയം എന്തായാലും ഇത്. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങൾക്ക് ഇനി കുറച്ച് റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്ട്. അപ്പോൾ കിടക്കുമ്പോൾ ഒരു 3:30 ആയിരിക്കും. എന്നിട്ട് 8 മണിക്ക് ഞങ്ങൾ റെഡി ആയിട്ട് ഇവിടെ ഇറങ്ങും. സോ ലെറ്റ്സ് സീ. അപ്പം നമുക്ക് നാളെ അപ്പോൾ മേ ബി എനിക്കറിയില്ല ഒറ്റ വ്ളോഗായിട്ട് ഇടാൻ പറ്റുമെന്നറിയില്ല, അതോ ടു പാർട്സ് ആയിട്ട് ഇടണ്ടെന്നറിയില്ല. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ. നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രസ് അനുസരിച്ചാണ്. ഹലോ, നമ്മളങ്ങനെ റെഡിയായി. ഇനി നമ്മൾ ജീത്തുവിനും മർത്തുവിനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ടൈം 9:16. ഞങ്ങൾ 8 മണി അല്ലെങ്കിൽ 8:30 ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എണീക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ലേറ്റ് ചെയ്യും. ഹലോ, ചില സാങ്കേതിക തകരാറുകൾ കാരണം എനിക്ക് ഔട്ട്ഫിറ്റ് മാറ്റേണ്ടി വന്നു. മറ്റേ ഔട്ട്ഫിറ്റിൽ വീഡിയോ എടുത്തായിരുന്നു. അതാദ്യം എടുത്തായിരുന്നു. ചേച്ചി വാഷ്റൂം പോയപ്പോൾ അത് ഇടാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ റെഡിയായി. ഇനി വി ആർ വെയിറ്റിംഗ് ഫോർ ജീത്തു ആൻഡ് അർജുൻ ആൻഡ് ദെൻ വി വിൽ ഗോ. ഇപ്പം സമയം 9:30 കഴിഞ്ഞ് 4 മിനിറ്റ്. 4 മിനിറ്റ്. അതെന്നാ അതിലപ്പോൾ വേറെ 9:34. ഓക്കെ, അല്ലെങ്കിൽ ഇവർ വിചാരിക്കും എനിക്ക് കണക്കറിയില്ല. അല്ല, എൻ്റെ 3 സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ മറക്കുമല്ലോ. നമ്മളിപ്പോൾ ഇറങ്ങാൻ നമ്മൾ പൊതിക്കാൻ പറ്റില്ലേ. നമ്മളിവിടെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. 1 മീലെങ്കിലും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് എവിടെയൊക്കെ ഒന്ന് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. ചേട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇതാക്കണം. മാഡത്തിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് തരുമോ? ഞാൻ കാറിലകത്ത് കയറിയിരുന്നു. എനിക്ക് അത്രയ്ക്ക് സുഖമില്ല. ഇപ്പോൾ ട്രിപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്താണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുക. അപ്പം ഞാൻ അവരെന്തോ കോളിലാണ്. പക്ഷേ എനിക്ക് കുറേ നേരം പുറത്ത് നിൽക്കാൻ പറ്റണില്ല. ഞാൻ കാറിനകത്ത് വന്നിരുന്നു. അതാണ് നിന്റെ എയിം. അങ്ങോട്ടേക്ക് എത്തുക, അതിന്റെ താഴേക്ക് എത്തുക, അതാണ് നിന്റെ ഉദ്ദേശം. ആ ഒരു ഐഡിയ വെച്ച് നീ പോവുക. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇതെന്റെ അമ്മ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടൊക്കെ എന്നെ നാവിഗേറ്റ് ചെയ്യണ പോലെ ഇട്ട്. ഞാനും അച്ഛനും കൂടി ഇതുപോലെ സാധാരണ എടുക്കാറുണ്ട്. ഞാനിട്ട് കൊടുത്തിട്ട് കൊണ്ടുവന്നത് അതിന്. ഇത് മഞ്ഞ പ്രവചിച്ചേ
നമുക്ക് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് നമുക്ക് നടക്കാനുണ്ട്. ഞാൻ ഒരു തവണ ഈ വഴിയൊക്കെ വന്നേക്കണം, വഴി അറിയാതെ. ഇതെന്താ സ്കേറി ഹൗസ് എന്താ സംഭവം? ചേച്ചിയുടെ മുഖം കണ്ട് ഞങ്ങൾ ഓൾറെഡി പേടിച്ചിരിക്കും, പേടിക്കാൻ വയ്യ. ഇത് കയറാൻ പറ്റാത്തോണ്ട് വെളിയിൽ നമുക്ക് നമ്മളെ മറ്റേ വീട് ഇവിടെ നിർത്താലോ. ആണ് ഭാര്യ തന്നെ. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഏതാനും നിമിഷത്തിനുള്ളിൽ നയാഗ്ര ഫോൾസിലേക്ക് എത്തുകയാണ്. ഗൈസ്, എത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് അവിടെ നമുക്ക് ചെയ്യാം. ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. എനിക്കറിയില്ല എൻ്റെ വോയിസ് കേൾക്കണമെന്നറിയില്ല. വി വിൽ ഹാവ് ടു വോയിസ് ഓവർ. ഞാൻ ആക്ച്വലി ക്യാമറയിലേക്ക് നോക്കില്ല, ഞാൻ ഫോണിലേക്ക് നോക്കണില്ല. ഒയ്യോ, നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. ഇല്ല, നമുക്ക് അവിടെ പോയിട്ട് കുറച്ചു നേരം കാണാം. കനഡിയൻ സ്റ്റൈൽ അല്ല, പക്ഷെ ഇതിവിടെ കുറച്ചു നേരം നോക്കാം. ആക്ച്വലി ഇത് അമേരിക്കൻ സൈഡാണ്. നമ്മൾ കാനഡത്തെ സൈഡ് കാണാം. വേഗം ക്രോസ് ചെയ്യണം. ജസ്റ്റ് റണ്ണിങ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ നയാഗ്ര. ഗേൾസിൻ്റെ ഒപ്പം ട്രിപ്പ് വരുന്നതിൻ്റെ അവസ്ഥയാണ്. ബാഗ് പിടിക്കണം, ഫോട്ടോ എടുക്കണം.
എന്താ പറയാ, അടുത്തേക്ക് വരുംതോറും നമുക്ക് ഇങ്ങനെ വെള്ളം നമ്മുടെ ഫേസിലേക്കൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമാട്ടോ. എനിക്കിത് വീഡിയോയിൽ എടുക്കുമ്പോൾ എത്രത്തോളം അത് അതിൻ്റെ ഒരു ഇത് കിട്ടണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഭയങ്കര രസമാണ്. അതിന്റെ കൂടെ അങ്ങ് പോവാൻ തോന്നുന്നുണ്ടോ? പോണ കണ്ട് ചാറ്റ കൊടുക്കേണ്ടി വരും. ആ പോകുന്നുണ്ടോ വെള്ളം ചാടി നമുക്ക് എമറോൾഡ് പോലെ. എമറോൾഡ് ഇല്ലേ, എമറോൾഡ് ആ ഒരു കളറ്. നമുക്ക് തണലിട്ട് നിന്ന് ഫോൾസ് കാണണമെങ്കിൽ കുറേ സോവനിയറൊക്കെ ഉണ്ട്. ഫ്ലോട്ടിങ് ഫ്ലോട്ട്സ്. ജസ്റ്റ് അങ്ങാണ്ട് ഇവിടെ ഇരിക്കും. ജസ്സിന്റെ എന്തോ ഫോട്ടോ ഉണ്ടോ? എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. നമ്മളിത് ഇങ്ങനെ 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 പോണം. ഇതൊക്കെ വുഡൻ കൊണ്ട് കണ്ടോ സെറ്റ് ചെയ്തേക്കുന്ന ശരിക്കും. ഓ നൈസ്. നിങ്ങളല്ലേ ഫ്രഞ്ച് പഠിക്കുന്നവർക്ക് അതെന്ത് തുടങ്ങിക്കോ. അതെ 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 കറക്റ്റാണ്. അവിടെയാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. നമുക്ക് റെയിൻ കോട്ട് തരും.
അവിടെ വേറെ വ്ളോഗ്. Get back or a little early, you guys can. Just pick the shortest line. Once you're done, head straight down the tunnel. Don't take to the observation deck, all right? ഇതൊക്കെ കഴിഞ്ഞവരുടെ